മുസ്ലിം രാജ്യമായി ഇന്ത്യയെ മാറ്റാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് വലിയ പ്രഹരം കൊടുക്കുന്ന ഒരു നടപടി, ഒരു ബില്ല് ഈ പാർലമെൻറ്റ് സമ്മേളനത്തിൽ വരികയാണ്. അമിത്ഷായുടെ ചാണക്യ ബുദ്ധിയിൽ ഉദിച്ച കേന്ദ്ര സർക്കാർ നടപ്പാക്കാൻ പോകുന്ന ഒരു വലിയ മാറ്റം, ജനന മരണ രജിസ്ട്രേഷൻ ഭേദഗതി ബിൽ 2026 ഇന്ന് ആരംഭിക്കുന്ന പാർലമെൻറ്റ് സമ്മേളനത്തിൽ വരുന്നു. അതിനിപ്പോൾ എന്താ പ്രത്യേകത എന്ന് ചോദിക്കും. ജനനവും മരണവും രജിസ്റ്റർ ചെയ്യേണ്ടത് അല്ലേ? അതെ, നമ്മുടെ നാട്ടിൽ ജനനവും മരണവും രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. പക്ഷേ അതിന് ചില ഭേദഗതി വരാൻ പോവുകയാണ്. ഇപ്പോൾ ജനനവും മരണവും രജിസ്റ്റർ ചെയ്യുന്ന നടപടിക്രമം അത്ര കൃത്യമൊന്നുമല്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ പേരുകൾ സർക്കാരിൻ്റെ പല ലിസ്റ്റിലുമുണ്ട്, പല ലിസ്റ്റിലും ഇല്ല. അതായത് നമ്മുടെ രാജ്യത്തെ ആധാർ, വോട്ടർ പട്ടിക അടക്കമുള്ള കാര്യങ്ങളുടെ ശുദ്ധീകരണത്തിന് ഉതകുമാറുള്ള വ്യവസ്ഥകളോടെയാണ് ജനന മരണ രജിസ്ട്രേഷൻ ഭേദഗതി ബിൽ ഈ പാർലമെൻറ്റ് സമ്മേളനത്തിൽ വരാൻ പോകുന്നത്. സത്യം പറഞ്ഞാൽ ഇത് വലിയ ഒരു പ്രഹരമാണ്. CAA ശേഷം, SIRന് ശേഷം, എമിഗ്രേഷൻ നിയമത്തിൽ മുമ്പ് വരുത്തിയ മാറ്റങ്ങൾക്ക് ശേഷം കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന ഒരു സർജിക്കൽ സ്ട്രൈക്കാണ് ഈ ജനന മരണ രജിസ്ട്രേഷൻ. അത് പലർക്കും മനസ്സിലായിട്ടില്ല. ഇപ്പോൾ എങ്ങനെയാണ്, നമ്മൾ ഒരു ജനനം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ ആശുപത്രിയിലാണ് ബർത്ത് സർട്ടിഫിക്കറ്റ് കിട്ടുന്നു, അല്ലെങ്കിൽ നമ്മൾ പോയി തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ രജിസ്റ്റർ ചെയ്യുന്നു. എപ്പോഴെങ്കിലും ചിലപ്പോൾ ഒരു വർഷമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും എനിക്ക് എത്രാം തീയതി ഒരു കൊച്ചുണ്ടായി കേട്ടോ എന്ന് പറഞ്ഞ് രജിസ്റ്റർ ചെയ്യുന്നത്. ആ പരിപാടി ഇനി നടക്കില്ല. ആശുപത്രിയിലാണ് ജനിക്കുന്നതെങ്കിൽ അപ്പോൾ തന്നെ ബർത്ത് സർട്ടിഫിക്കറ്റ് സംബന്ധിച്ച വിവരങ്ങൾ ഓട്ടോമാറ്റിക്കലി ആശുപത്രി രേഖകളിൽ നിന്ന് ഇതിനു വേണ്ടിയുള്ള ഡാറ്റാ ബേസിലേക്ക് പോകും. അതായത് രാജ്യത്തെ എല്ലാ ജനനങ്ങളും എല്ലാ മരണങ്ങളും ഒരു സെൻട്രലൈസ്ഡ് കേന്ദ്രീകൃത ഡാറ്റാബേസിലേക്ക് മാറുകയാണ്. ഇപ്പോൾ ലേക്ക് ഷോർ ആശുപത്രിയിൽ ഒരു കുഞ്ഞ് ജനിച്ചാൽ ആ കുഞ്ഞ് ജനിച്ച ആ നിമിഷം തന്നെ ആ കുഞ്ഞിൻ്റെ ജനനം മരണം സംബന്ധിച്ച എല്ലാ വിവരങ്ങളും, പേരൻസിൻ്റെ ഡീറ്റെയിൽസ് ഉൾപ്പെടെ കേന്ദ്ര ഡാറ്റാബേസിലേക്ക് പോകും. പിന്നീട് അത് മാറ്റാൻ പറ്റത്തില്ല. അതായത് കുറേ കാലം കഴിഞ്ഞ് എനിക്കിവിടെ ഒരു കുട്ടി ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞ ഒരാൾക്ക് ചെല്ലാൻ പറ്റില്ല. മരണവും അങ്ങനെ തന്നെയാണ്. മരണം സംഭവിച്ചാൽ എപ്പോഴെങ്കിലും പതുക്കെ എല്ലാ ചടങ്ങുകളൊക്കെ കഴിഞ്ഞിട്ട്, ചിലപ്പോൾ വേണ്ടി വന്ന ഒരാണ്ടൂടെ കഴിഞ്ഞിട്ട് പോയി നമുക്ക് പഞ്ചായത്തിൽ അറിയിക്കാം എന്ന് വെക്കുന്ന പരിപാടി നടക്കില്ല. മരണം സംഭവിച്ചാൽ ന്യായമായ കാലവിളംബം അനുവദിക്കും. അതിനപ്പുറത്ത് നീണ്ടുപോയാൽ പിന്നെ അത് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ജില്ലാ കളക്ടറുടെ അടുത്ത് അല്ലെങ്കിൽ ADMൻ്റെ അടുത്ത് പോകേണ്ടി വരും. അതായത് ഇപ്പോൾ പലരും നമ്മുടെ നാട്ടിൽ പരേതാത്മാക്കൾ പല ഇലക്ഷനിലും വന്ന് വോട്ട് കാരണം വോട്ടർ പട്ടികയിൽ അവരുടെ പേരുണ്ട്, മാറ്റുന്നില്ല. ഇനി ഡെത്ത് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്താൽ ആ നിമിഷം തന്നെ, അല്ലെങ്കിൽ മരണം റിപ്പോർട്ട് ചെയ്താൽ ആ നിമിഷം തന്നെ അത് സെൻട്രൽ ഡാറ്റാബേസിലേക്ക് പോകും. അപ്പോൾ ഓട്ടോമാറ്റിക്കായി എന്തൊക്കെ സംഭവിക്കും? അവരുടെ വോട്ടർ പട്ടികയിൽ നിന്ന് പേര് പോകും, ആധാർ കാർഡ് ഇൻവാലിഡ് ആവും, അവരുടെ റേഷൻ കുറയും. ഇതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കാൻ പോവുക. നമുക്കറിയാം, ഇപ്പോൾ റേഷൻ കാർഡ് ഡിജിറ്റലൈസ്ഡാണ്, നെറ്റ് കൺട്രോൾഡാണ്. അറിയാം, നമ്മൾ പോയി ബയോമെട്രിക് വെച്ച് ആണിപ്പോൾ നമ്മൾ റേഷൻ വാങ്ങുന്നത്. ഇതെല്ലാം കണക്റ്റഡാണ്. ഇതെല്ലാം കൂടെ കണക്റ്റഡ് ആക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ജനനവും മരണവും കൂടി ഈ തരത്തിലുള്ള ഒരു സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ ഇനി പൗരത്വ നിയമങ്ങൾ കൃത്യമായി നടപ്പാക്കാൻ സഹായിക്കും. നമ്മുടെ രാജ്യത്ത് ജനിച്ച ആളാണോ എന്ന് കൃത്യമായിട്ട് അറിയാം. കാരണം ജനിക്കുന്ന സമയത്ത് തന്നെ അത് സ്വമേധയാ സെൻട്രൽ ഡാറ്റാ ബാങ്കിലേക്ക് വരികയാണ്. അതുകൊണ്ട് നാളെ ഒരാൾക്ക് ഞാൻ ഇന്ത്യൻ പൗരനാണ് എന്ന് പറഞ്ഞ് വന്നാൽ ജനനരേഖ ഡാറ്റാബേസിലുണ്ടോ എന്ന് പരിശോധിക്കാൻ പറ്റും. നുഴഞ്ഞു കയറ്റക്കാർക്ക് ഇനി ഭാവിയിൽ വലിയ സ്കോപ്പ് ഉണ്ടാവത്തില്ല. അപ്പോൾ നോക്കൂ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ നാട്ടിൽ തന്നെ നമ്മുടെ നാട്ടിലെ പലർക്കും രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ ഉള്ളവരുണ്ട്. നിങ്ങളൊന്ന് എടുത്ത് പരിശോധിക്കും. ഇപ്പോഴും SIRന് ശേഷം പോലും മരിച്ചുപോയ ആളുകളുടെ പേര് വോട്ടർ പട്ടികയിൽ കാണുന്നില്ലേ? ഒരുപാട് പേരുകൾ അങ്ങനെ മരിച്ചവരുടെയും സ്ഥലത്തില്ലാത്തവരുടെയൊക്കെ SIRൻ്റെ പേരിൽ ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്. എന്നിട്ടും സംഭവിച്ചിട്ടുണ്ട്. അത് ഈ താഴെത്തട്ടിൽ BLOമാരും അവരുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ ചേർന്ന് നടത്തിയ ചില കളികളുടെ ഭാഗമാണ്. പക്ഷേ അതുമൊക്കെ ഒഴിവാക്കപ്പെടും. കാരണം ഡെത്ത് സർട്ടിഫിക്കറ്റും ഇതുമായിട്ട് കണക്റ്റഡ് ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് ഒഴിവായി പോവുകയാണ്. അപ്പോൾ ജനനം മരണം ഇതൊക്കെ സംബന്ധിച്ചുള്ള കൃത്യമായ ഒരു ഡാറ്റ നമ്മുടെ രാജ്യത്തില്ലാത്ത ഒരു സ്ഥിതി മാറുന്നു. ഇപ്പോൾ പലരും പറയുന്നുണ്ട്, ഇപ്പോൾ പാസ്പോർട്ട് പൗരത്വ രേഖയല്ല എന്ന് പറഞ്ഞു. പാസ്പോർട്ട് എന്ന് പറയുന്നത് ഇന്ത്യയിൽ 148 കോടി ആളുകളുണ്ട്, വെറും 8 കോടി ആളുകൾക്കേ ഇന്ത്യയിൽ പാസ്പോർട്ടുള്ളൂ.
അപ്പോൾ അത് പൗരത്വ രേഖ എന്ന് പറഞ്ഞാൽ ഈ 8 കോടി ആളുകളെ ഉള്ളോ പൗരന്മാർ? ഇത് പൗരത്വ രേഖയല്ല എന്നിപ്പോൾ പരസ്യമായി നമ്മുടെ വിദേശകാര്യ മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥർ പറയുമ്പോൾ അതിന് തെറി മോദിക്ക് 1960 പാസ്പോർട്ട് ആക്ട് ഉണ്ടാക്കിയത്. ആ പാസ്പോർട്ട് ആക്ടിൽ തന്നെ പറയുന്നുണ്ട് ഇത് പൗരത്വ രേഖയല്ല, ഇത് ഒരു യാത്രാരേഖയാണ്. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഇന്ത്യയിൽ താമസിക്കുന്ന വിദേശികൾക്ക് പോലും പാസ്പോർട്ട് കൊടുക്കാൻ വ്യവസ്ഥയുണ്ട് പാസ്പോർട്ട് നിയമത്തിൽ. ഇത് ഇക്കാലത്ര നിങ്ങൾക്കറിയില്ലായിരുന്നു. പാസ്പോർട്ട് നമ്മുടെ പോലും അല്ല, പാസ്പോർട്ടിൽ എഴുതിയിട്ടുണ്ട് ഇതിൻ്റെ പാസ്പോർട്ടിൻ്റെ ഉടമസ്ഥനല്ല, കൈവശക്കാരൻ മാത്രമാണ്, അത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ പ്രോപ്പർട്ടിയാണെന്നുള്ളത്. നേരത്തെ ഞാൻ പറഞ്ഞു, പാസ്പോർട്ട് എന്ന് പറഞ്ഞാൽ പാസ്പോർട്ടാണ്, തുറമുഖം കടക്കാനുള്ള അനുമതി മാത്രമാണ്. അപ്പോൾ ഈ പാസ്പോർട്ട് നമ്മുടെ നാട്ടിൽ ഏതാണ് വാലിഡായിട്ടുള്ള രേഖ? ഇന്നലെ ഞാൻ ഈ വിഷയം ഒരാളോട് സംസാരിച്ചു. എൻ്റെ വീട്ടിൽ എന്യൂമറേഷന് വന്ന ഒരു ഉദ്യോഗസ്ഥൻ, അദ്ദേഹത്തോട് ഞാൻ സംസാരിച്ചപ്പോൾ അദ്ദേഹം ചോദിക്കും, പിന്നെ എന്താ നമ്മുടെ രേഖ? നമ്മുടെ രേഖ? നമ്മുടെ നാട്ടിൽ ഒരു വാലിഡായിട്ടുള്ള രേഖ എല്ലാ പൗരന്മാർക്കും ഇല്ല. എന്നാൽ നമ്മുടെ നാട്ടിൽ പുതുതായി പൗരത്വം എടുത്ത വിദേശത്തു നിന്ന് വന്ന ആളുകൾക്കുണ്ട്. വിദേശത്ത് നിന്ന് വന്നാൽ അവർ പൗരത്വത്തിന് അപേക്ഷിച്ച് കഴിയുമ്പോൾ അവർക്ക് പൗരത്വം കൊടുക്കുമ്പോൾ അവർക്കൊരു പൗരത്വ ഡോക്യുമെൻ്റ് ഉണ്ട്. അതുപോലെ CAAയുടെ ഭാഗമായി പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്ന് ന്യൂനപക്ഷങ്ങൾ ഇന്ത്യയിലേക്ക് വന്ന അപേക്ഷ കൊടുത്ത അവർക്കുണ്ടാവും. അതായത് വളരെ ചുരുക്കം, ഈ 8 കോടി ആളുകൾക്ക് പോലും ഇന്ത്യയിൽ എന്തുണ്ടാവില്ല? പൗരത്വ രേഖ ഉണ്ടാവില്ല, ഒരു പൗരത്വ ഡോക്യുമെൻ്റ് ഇല്ല. അപ്പോൾ നമ്മുടെ രാജ്യത്ത് ആവശ്യമില്ല, നമുക്കൊക്കെ ആവശ്യമുണ്ട്, നമുക്ക് ആർക്കും ഇല്ല ഒരു പൗരത്വ രേഖ. ഇത് വേണം. നമ്മുടെ രാജ്യത്ത് നമ്മളൊരു ക്ലബ്ബിൽ, നാട്ടും പുറത്തൊരു ക്ലബ്ബാണെന്നിരിക്കട്ടെ, ക്ലബ്ബിലെ അംഗങ്ങളാണെങ്കിൽ ആ ക്ലബ്ബിലെ മെമ്പർമാരുടെ പേര് ഒരു ബുക്കിൽ എഴുതി വെക്കത്തില്ലേ? നമ്മുടെ രാജ്യത്ത് ഈ 148 കോടി ജനങ്ങളുടെയും ഒരു ഡാറ്റ, അവരുടെ പേരെഴുതി സൂക്ഷിക്കുന്ന ഒരു രജിസ്റ്റർ വേണം. ആ രജിസ്റ്റർ അനുസരിച്ച് നമ്മുടെ നാട്ടിലെ പൗരന്മാർക്ക് സിറ്റിസൺ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു കാർഡ് കൊടുക്കണം. ബംഗ്ലാദേശിലുണ്ട്, പാകിസ്ഥാനിലുണ്ട്, അമേരിക്കയിലുണ്ട്, ഗൾഫ് രാജ്യങ്ങളിലുണ്ട്. ഇന്ത്യയിലില്ല. ഇന്ത്യയിലത് ഉണ്ടാക്കാൻ ഇന്ത്യ ഗവൺമെൻറ് തയ്യാറാണ്. പക്ഷേ കോൺഗ്രസ് സമ്മതിക്കത്തില്ല, CPM സമ്മതിക്കത്തില്ല, CPI സമ്മതിക്കത്തില്ല, ജമാഅത്തെ ഇസ്ലാമി സമ്മതിക്കത്തില്ല, മുസ്ലിം ലീഗ് സമ്മതിക്കത്തില്ല. എന്താ കാര്യം? കടലാസ് കാണിക്കേണ്ടി വരും. ഇവിടെയുള്ള ഒരുപാട് പേർ പൗരത്വ കാർഡ് കിട്ടാൻ വേണ്ടി കടലാസ് കൊടുക്കേണ്ടി വരും. അപ്പോൾ ചിലരുടെ വാദമുണ്ട്, ഞങ്ങൾ കടലാസ് കാണിക്കത്തില്ല. ശരി, കടലാസ് കാണിക്കേണ്ടാത്തവർ കാണിക്കേണ്ട, പക്ഷേ അവർക്ക് എന്തുണ്ടാവത്തില്ല? പൗരത്വ കാർഡ് കിട്ടത്തില്ല. അപ്പോൾ ഇന്ത്യയിൽ പൗരത്വമുള്ളവരും പൗരത്വം ഇല്ലാത്തവരും ഉണ്ടാവും. അതാണ് പ്രശ്നം. എങ്ങനെയാണ് ഇന്ത്യയിലെ കുറേ ആളുകൾക്ക് പൗരത്വം ഇല്ലാതാവുന്നത്? അവർക്ക് കാണിക്കാൻ കടലാസില്ല. എന്തുകൊണ്ട് കടലാസ് ഇല്ലാതായി? അവർ ഇന്ത്യക്കാരല്ല, അവർ ബംഗ്ലാദേശിൽ നിന്ന്, പാകിസ്ഥാനിൽ നിന്ന് ഒക്കെ ഇങ്ങോട്ട് നുഴഞ്ഞു കയറി വന്നവരാണ്. അവരിവിടെ ഉണ്ട്. അവരിവിടെ വലിയ തോതിൽ ഈ രാജ്യത്തെ പൗരന്മാരെന്ന് ഭാവിച്ച്, ഈ രാജ്യത്തെ പൗരന്മാർക്ക് ലഭിക്കേണ്ടുന്ന വിഭവങ്ങൾ അനുഭവിച്ച്, അവർക്ക് മാത്രം അവകാശപ്പെട്ട ആനുകൂല്യങ്ങൾ ആർജിച്ച് ജീവിക്കുന്നുണ്ട്. 10 കോടിയോളം ആളുകൾ വരുമെന്നാണ് പറയുന്നത്. ഇന്ത്യയിൽ പാസ്പോർട്ട് ഉള്ളതിനേക്കാളും കൂടുതൽ ആളുകൾ വിദേശത്ത് നിന്ന് വന്ന ആളുകൾ ഇന്ത്യയിലുണ്ട്. ഇവരെ പുറത്താക്കുന്ന സാഹചര്യം ഉണ്ടാകും, ഇവരെ തിരിച്ചറിയുമെന്നതുകൊണ്ടാണ് ഈ രാജ്യത്തെ പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടികൾ ഇവിടെ ഒരു പൗരത്വ രേഖയുണ്ടാക്കാനും ഒരു പൗരത്വ കാർഡ് ഉണ്ടാക്കാനും സമ്മതിക്കാത്തത്. വളരെ സിമ്പിളല്ലേ? ഒന്ന് ചോദിക്കൂ. പറയുന്ന നിങ്ങളുടെ നാട്ടിലുള്ള CPMകാരോട്, നിങ്ങളുടെ നാട്ടിലുള്ള ലീഗുകാരോട്, നിങ്ങളുടെ സുഹൃത്തുക്കളായിട്ടുള്ള സുഡാപ്പികളോട്, SDPIക്കാരോട്, വെൽഫെയർ പാർട്ടിക്കാരോട് ചോദിക്കൂ, നമുക്കൊരു പൗരത്വ കാർഡ് കിട്ടിയാൽ എന്താ കുഴപ്പം? ഇല്ലില്ല, അത് പറ്റത്തില്ല, അത് വേണ്ട. എന്നിട്ട് പറയും പൗരത്വ രേഖയില്ല. കാരണം ഇവിടെയുള്ള എല്ലാവരും ഇന്ത്യക്കാർ തന്നെയാണ് എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ, ഞങ്ങളത് തെളിയിക്കാൻ ഞങ്ങൾക്ക് കഴിയുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ, എന്തുകൊണ്ടാണ് ഒരു പൗരത്വ രജിസ്റ്റർ ഉണ്ടാക്കാൻ, പൗരത്വ രേഖ ഉണ്ടാക്കാൻ നിങ്ങൾ സമ്മതിക്കാത്തത്? നിങ്ങൾ കടലാസ് കൊടുത്താൽ പോരെ, നിങ്ങൾ തെളിവ് കൊടുത്താൽ പോരെ? ഇന്ത്യക്കാരാണ് ഞങ്ങളെന്നതിന്, അല്ലെങ്കിൽ ഞങ്ങളുടെ അച്ഛനമ്മമാർ ഇന്ത്യൻ പൗരന്മാരാണ്, അതുകൊണ്ട് ബൈ ബർത്ത് ഞങ്ങൾ ഇന്ത്യക്കാരാണെന്ന് സ്ഥാപിക്കാനുള്ള ഡോക്യുമെൻറ്റ്സ് കൊടുത്താൽ പോരെ? അല്ല, കടലാസ് കാണിക്കത്തില്ല, കടലാസ് ഇല്ല. ഇതാണ് പ്രശ്നം. അപ്പോൾ ഇങ്ങനെ അധികകാലം മുന്നോട്ട് പോകാൻ കഴിയത്തില്ല എന്ന് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. ഒന്നൊന്നായി അടച്ചുകൊണ്ടിരിക്കുകയാണ്, പഴുതുകൾ ഒന്നൊന്നായി അടച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പുതിയ വേർഷനാണ് ഈ ജനന മരണ രജിസ്ട്രേഷൻ. ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്ക് മനസ്സിലായിട്ടില്ല, ഇവിടുത്തെ മുസ്ലിം ലീഗിന് മനസ്സിലായിട്ടില്ല. ഇത് മനസ്സിലാക്കിക്കോ, മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയുക. എന്നിട്ട് നിങ്ങൾ നാളെ തെരുവിലിറങ്ങുക. പക്ഷേ ഇന്ന് പാർലമെൻറ്റിൽ ഇത് പാസ്സാവും, വന്ദേ മാതരം പാസ്സാവും. വന്ദേ മാതരത്തെ അപമാനിച്ചാൽ
തടവ് ശിക്ഷ കിട്ടുന്ന ജനഗണമന പോലെ വന്ദേ മാതരത്തിനും ഈക്വൽ സ്റ്റാറ്റസ് കൊടുക്കുന്ന നിയമം ഇന്ന് പാസ്സാവും. ഈ സമ്മേളനത്തിൽ പാസ്സാവും. ഇന്നല്ല, ഇന്ന് ആരംഭിക്കുന്ന സമ്മേളനത്തിൽ പാസ്സാവും. അപ്പോൾ വന്ദേ മാതരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പാടിയത് കോൺഗ്രസ്സുകാരാണ്. കോൺഗ്രസിൻ്റെ സമ്മേളനങ്ങളിലാണ് വന്ദേ മാതരം പാടിക്കൊണ്ടിരുന്നത്. പിന്നീട് ഈ മുസ്ലിം ലീഗ് എന്ന് പറയാൻ പറ്റില്ല, ഖിലാഫത്ത് സമരം എന്ന് പറയുന്നത് തന്നെ ഇന്ത്യ വിരുദ്ധമായ സമരമാണ്. കാരണം തുർക്കിയിലെ സുൽത്താനെ ആരോ യുദ്ധത്തിൽ തോൽപ്പിച്ചു എന്നും പറഞ്ഞ് ഇന്ത്യയിൽ സമരം. തുർക്കി രാജാവിന് അധികാരം പോയത് ഇന്ത്യയിൽ സമരം നടത്തി. അതാണ് ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ നേതാവായിരുന്ന മൗലാന മുഹമ്മദ് അലി ജൗഹർ എതിർത്തു. കാരണം അതിൻ്റെ 4 സ്റ്റാൻസ ഉണ്ടല്ലോ, അതിനകത്ത് ദേവി, കാളി, സരസ്വതി എന്നൊക്കെ പറയുന്നുണ്ട്. ഞങ്ങൾക്ക് ഹറാമാണ്. അപ്പോൾ നെഹ്റു പറഞ്ഞൊരു കാര്യം ചെയ്യേ, ആദ്യത്തെ മാത്രം പാടിയാൽ മതി. പിന്നെ ആദ്യത്തതും പാടാതായി. കാരണം വന്ദേ മാതരം ഭാരതഭൂമിയെ അമ്മയായി കരുതുന്നു എന്ന് പറഞ്ഞാൽ അത് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അമ്മയൊന്നുമല്ല ഭാരതം എന്ന് പറയുന്ന ആളുകളുടെ വികാരം വ്രണപ്പെടും. അതുകൊണ്ട് വന്ദേ മാതരം വേണ്ട എന്ന് പറഞ്ഞ് വന്ദേ മാതരത്തിൻ്റെ ശീലുകൾ പാടി സ്വാതന്ത്ര്യ സമരത്തിന് ഊർജം പകർന്ന കോൺഗ്രസ് പാർട്ടി, പഴയ കോൺഗ്രസ് പാർട്ടി, അതിൻ്റെ പ്രേതം അവശേഷിക്കുന്നത്, ഇന്നത്തെ പ്രേതം വന്ദേ മാതരം എന്ന് കേട്ടാൽ ചെകുത്താൻ കുരിശ് കണ്ട പോലെയാണ് അവർക്കിന്ന്. രാഹുൽ ഗാന്ധിക്ക് വന്ദേ മാതരം കേട്ടുകൂടാ, പ്രിയങ്കയ്ക്ക് കേട്ടുകൂടാ, സോണിയയ്ക്ക് കേട്ടുകൂടാ. കാരണം ഇന്ന് കോൺഗ്രസ് ആണ് ഇന്ത്യയിലെ മുസ്ലിം ലീഗ്. പക്ഷേ അതിനും കഥ കഴിയുകയാണ്. ഇന്ന് ആരംഭിക്കുന്ന സമ്മേളനത്തിൽ വന്ദേ മാതരത്തിൻ്റെ സ്റ്റാറ്റസ്, വന്ദേ മാതരത്തെ അപമാനിച്ചാൽ തടവ് ശിക്ഷ കിട്ടുന്ന നിയമ ഭേദഗതിയും വരുന്നുണ്ട്. ഒപ്പം ജനന മരണ രജിസ്ട്രേഷനും വരുന്നു. ഇന്ത്യ മാറുകയാണ്. ഇന്ത്യ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളെയും പോലെ കുതിക്കുകയാണ്. കുതിക്കുമ്പോൾ ചില ഭാരങ്ങളെ ഇറക്കി വിടേണ്ടതുണ്ട്. ഇറക്കി വിടാനുള്ള പണി അതിവേഗത്തിൽ ഭാരത സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നു. നിങ്ങളൊക്കെ എന്താ പറഞ്ഞേ, 3ാം തവണ മോദി വന്നപ്പോൾ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഇല്ല, 2 പൊയ്ക്കാലുകളിൽ വെച്ചാണ് നീങ്ങുന്നത് TDPയും JDUവും. അതില്ലെങ്കിൽ മോദിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല, അതുകൊണ്ട് നിർണായക തീരുമാനങ്ങളൊന്നും എടുക്കത്തില്ല എന്ന് പറഞ്ഞിരുന്ന ആളുകൾ ഇപ്പോൾ എവിടെ പോയി? പ്രിയമുള്ളവരെ, മറ്റു മാധ്യമങ്ങൾ പറയാത്ത ഏറ്റവും പുതിയ വാർത്തകളും വിശകലനങ്ങളുമായിട്ടാണ് ഇന്ത്യ ലൈവ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. നമ്മുടെ ചാനൽ കാണണം, ഒരുപാട് പേരെ കാണിക്കണം, അവരോടൊക്കെ ചാനലിൻ്റെ വരിക്കാരാവാൻ പറയണം, സബ്സ്ക്രൈബ് ചെയ്യണം. ചെയ്യാത്ത ആളുകൾ ഉറപ്പായിട്ടും ചെയ്യണേ.